ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് പിഷാരക്കെതിരെ വന്ന് ട്രോൾ ഏതായിരിക്കും? എനിക്കെതിരെ വന്നതിൽ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയുക പാടാണ്. എനിക്കെതിരെ വന്ന ട്രോളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടില്ല. അങ്ങനെ എനിക്കെതിരെ ചറപറോ ട്രോള് കിട്ടിയിട്ടില്ല. എന്റെ പടമുള്ള മീംസ് വരാറുണ്ടെന്നുള്ളതേ ഉള്ളൂ. അമർ അക്ബർ ആന്റണിയിൽ അത് ഇതൊക്കെ വരാറുണ്ടെന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഡിജിറ്റൽ എക്സസി പോലും എനിക്കൊരു വളരെ പരിമിതമായ സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ. അതിനകത്തൊന്നും ഒന്നുമില്ല. മറ്റുള്ളവർക്ക് കേട്ടാണ് ഈ തവണ പിഷാരുടെ ഈ മറ്റേ പ്രസംഗമാണ് ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഉണ്ടായതും. അത് പിഷാരിയുടെ കുറ്റപ്പെടുത്തിയല്ല, അനുകൂലമല്ല. അതിനൊക്കെ അത് വരും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കേൾക്കണ്ട. പിന്നെ അതിന് വന്നേ പറ്റുള്ളൂ. അതില്ലാണ്ട് പോവോ? എന്താ പറയുന്നേ? പിഷാരി ഏറ്റവും ദുഃഖം വരുമ്പോൾ ഒരാൾ വിളിക്കുവാണെങ്കിൽ ആരെയായിരിക്കും വിളിക്കുക? ഫോണിൽ നമുക്കൊരു സങ്കടം വന്നു, നമുക്കൊരു പ്രയാസം വന്നു, അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഒരു ഫോൺ എടുത്ത് ആരെയായിരിക്കും? കുറവായിരിക്കും. അതിന് പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല. പ്രയാസങ്ങൾ അങ്ങനെ ഞാൻ എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മരണങ്ങൾക്ക് ആദരാഞ്ജലി ഇടാറില്ല, പൊതുകാര്യങ്ങൾ ഇടാറില്ല. ധർമ്മനെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞ പോലും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല. ഞാൻ ഇലക്ഷൻ പ്രചരണത്തിൽ പോയി ഒരു സ്ഥലത്തെയും കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ അങ്ങനെ പ്രയാസങ്ങൾ പങ്കുവെക്കാറില്ല. പ്രയാസങ്ങൾ ഭയങ്കര പേഴ്സണലാണ്. സ്വന്തമായിട്ട് സൂക്ഷിച്ചു വെക്കാറേ ഉള്ളൂ. ഉണ്ടാകാറുണ്ട്, അറിയിക്കാറില്ല. അത് വേണ്ട. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവന്റെ ആശ്വാസ വാക്കുകൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളായിരിക്കണം ഞാൻ. അതെനിക്ക് അവനേക്കാളും നന്നായിട്ട് പറയാൻ അറിയാം. എന്നോട് തന്നെ സ്വയം പറയാൻ അറിയാം. എനിക്കറിയാം എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്താണ് ഇതിന് പരിഹാരം, അല്ലെങ്കിൽ ഇതിന് പരിഹാരമില്ല, ഇപ്പോൾ നടന്ന സംഭവം ഇതാണ്, അവൻ എന്നോട് ഇങ്ങനെ പെരുമാറാനുള്ള കാര്യം ഇന്നതാണ്, ഇന്നതുകൊണ്ടായിരിക്കും അവൻ എന്നോട് ഇന്ന പോലെ പറഞ്ഞിട്ട് പോയത് പറഞ്ഞ് എനിക്ക് വ്യക്തമായ ബോധ്യം അതിനെക്കുറിച്ച് ഉള്ളത് കൊണ്ട് ഞാൻ ആരോടും പങ്കുവെക്കാറില്ല. പറയാനുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് ഫോട്ടോയിലൂടെയാണ്. ചെറിയ തമാശകളൊക്കെ ഇടും. അല്ലെ, കർമ്മങ്ങളൊക്കെ ആൾക്കാർക്ക് എന്തെങ്കിലും ചിരി കിട്ടിയാൽ ചിറ്റിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഫോട്ടോയിലൂടെയാണ് ഇടുന്നത്. എനിക്ക് തോന്നുന്നു പട്ടിക്കുട്ടിയായിട്ടുള്ളൊരു ഫോട്ടോ ഭയങ്കര രീതിക്ക് വൈറലായി. ആ ഫോട്ടോ ഒക്കെ ഭയങ്കര അർത്ഥങ്ങൾ ആ സമയത്തുണ്ടാകുന്ന സംഭവങ്ങളാണ് പിഷാരടി ചൂണ്ടിക്കാട്ടിയത്. ചില കാര്യങ്ങൾ അത് മനഃപൂർവ്വം അത് ഇങ്ങനെ ഇട്ടാൽ അത് ആളുകൾ ഉൾക്കൊള്ളുമെന്ന് മനസ്സിലാക്കി തന്നെ ഇടുന്നതാണ്. ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആൾക്കാരെല്ലാം ഉൾക്കൊണ്ടോളണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. വലിയ പാടാണ്. നമ്മൾ വിചാരിച്ച സാധനത്തിന്റെ അർത്ഥം മാറി മനസ്സിലാക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. വളരെ എന്തൊരാളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് വളരെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കേണ്ട ഒന്ന് തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ എല്ലാം കണ്ടന്റ് ആണല്ലോ. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, അതായത് നല്ല കണ്ടന്റ് ഉണ്ടാക്കും, നല്ല കണ്ടന്റ് കൊണ്ടുവരും എന്നൊക്കെ നമ്മളെല്ലാം പറയും. കലയിൽ അതില്ല. എവരി ആർട്ട് ഈസ് എ കണ്ടന്റ്, എവരി കണ്ടന്റ് ഈസ് നോട്ട് എൻ ആർട്ട്. എനിത്തിങ് ക്യാൻ ബി എ കണ്ടന്റ്. എന്തിനും കണ്ടന്റ് ആവാൻ പറ്റും. പക്ഷെ ആ കല അങ്ങനെയല്ല. ഒരിക്കലും അല്ല. കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ ഓടുകയുള്ളൂ. കണ്ടന്റ് എന്ത് ഓടും സോഷ്യൽ മീഡിയയിൽ? കലയെല്ലാം ഓടണമെന്നില്ല, പൈസ എടുത്ത് കാണണമെന്നില്ല, കലയെല്ലാം ഓടണമെന്നില്ല, കണ്ടന്റും എല്ലാം ഓടണമെന്നില്ല. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, India's #1 language academy.